ആദ്യം ഡോക്ടർ നോബൽ ഗ്രേഷ്യസ്, അദ്ദേഹം കേസ് ഓട്ടോ, അത് സംസ്ഥാനത്ത് ഈ അവയവദാനത്തിനായി പ്രവർത്തിക്കുന്ന നോഡൽ ഏജൻസിയാണ്. ആ കേസ് ഓട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇന്നത്തെ ദിവസം ലോക ഹൃദയ ദിനമാണ്. ആ ദിവസത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ കാരണം ഒരു പക്ഷേ ഐസക്കാണ്, അല്ലെങ്കിൽ ഐസക്കിന് ശേഷം ബിൽജിത്ത് മരിച്ചപ്പോൾ ആ സംഭവങ്ങളൊക്കെയാണ്. കാരണം ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ തന്നെ ഐസക്കിൻ്റെ മരണശേഷം അത് കേരളത്തെ മുഴുവൻ സ്വാധീനിച്ചാണ്. ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും എനർജിയോടെ ഇരിക്കേണ്ട ഒരു പ്രായത്തിൽ അപ്രതീക്ഷിതമായി മിനിറ്റുകൾക്കുള്ളിൽ എന്ന പോലും കണ്ണിൽ നിന്ന് മറയുമ്പോൾ ഐസക് 6 പേരിലൂടെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു വലിയ മനസ്സ്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തപ്പോഴാണ് ഒരു പക്ഷേ എത്രയോ പേർ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ അവയവദാനത്തിനായി പ്രതിജ്ഞ എടുക്കുന്ന അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം കൂടി എന്നൊരു വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ അതിനു മുമ്പ് അവയവദാനത്തിനുള്ള ഈ പ്ലഡ്ജ് എടുത്തില്ല അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. പക്ഷേ ഐസക്കിൻ്റെയും ബിൽജിത്തിൻ്റെയും ഒക്കെ വാർത്തകൾക്ക് ശേഷം ഞാൻ എന്നൊരു സാധാരണ വ്യക്തി പോലും കേസ് ഓട്ടോയുടെ സൈറ്റിൽ കയറി അവയവദാനത്തിന് പ്രതിജ്ഞ എടുത്തു, അല്ലെങ്കിൽ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്ത ഒരാളാണ്. അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം. ഈ സംഭവങ്ങൾ എത്രത്തോളം ഈ ഒരു കാര്യത്തിൽ കേസ് ഓട്ടോയെ സംബന്ധിച്ച് അത് എങ്ങനെയാണ് ഈ 2 സംഭവങ്ങൾ പ്രത്യേകതയുള്ളതാവുന്നത്? ഏറ്റവും പ്രധാനം അവയവദാനത്തിൻ്റെ പ്രാധാന്യം പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. കാരണം പലർക്കും ആർക്ക് വേണ്ടിയാണ് അവയവദാനം കൊടുക്കേണ്ടതെന്ന് പോലും അറിയത്തില്ല. അതായത് ഒരു ഹാർട്ട് ഫെയിലിയർ, റിഫ്രാക്ടറി ഹാർട്ട് ഫെയിലിയർ ഉള്ള രോഗിക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കിട്ടിയാൽ നിയർ നോർമൽ ലൈഫിലോട്ട് പോകുക. ലിവർ ഫെയിലിയർ ഉള്ള ആൾക്കാർ ലിവർ കിട്ടിയാൽ നിയർ നോർമൽ ലൈഫിലോട്ട് പോകുക. കിഡ്നി അതുപോലെ കിഡ്നി. അപ്പോൾ ഇത്രയും ആൾക്കാരെ നമുക്ക് പുതുജീവൻ എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് അവയവദാനം. പക്ഷേ അത് നമ്മുടെ ഈ മാഫിയ എന്നൊക്കെ പറഞ്ഞതിനെ ഒരു വളരെ അവഗണിക്കുകയോ അല്ലെങ്കിൽ വളരെ മോശം രീതിയിൽ സോഷ്യൽ മീഡിയ ചാനൽസ് വഴിയൊക്കെ ആൾക്കാർ പറഞ്ഞാണ് ഇതിനെ ഇല്ലാതാക്കിയത്. പക്ഷേ ഇപ്പോൾ ഈ 2 ദാനത്തിലൂടെയും 2 കുടുംബാംഗങ്ങളുടെ മഹത്വത്തിലൂടെയും നമുക്കൊരു 1000-1200ഓളം പ്ലഡ്ജസ് ഒറ്റയടിക്ക് കൂടുകയും കേരളം 11ാം സ്ഥാനത്ത് നിന്ന് 10ാം സ്ഥാനം ദേശീയ തലത്തിൽ അവയവ പ്ലഡ്ജ് രജിസ്ട്രിയിൽ മുന്നോട്ട് വരികയും ഉണ്ടായി. തീർച്ചയായിട്ടും അതൊരു സന്തോഷകരമായ കാര്യമാണ്. ഒരു 1000 പേരെങ്കിലും അതേക്കുറിച്ച്, ഇനി ഡൊണേഷൻ്റെ അപ്പുറത്തേക്ക് 1000 പേരെങ്കിലും അതേക്കുറിച്ച് ബോധവാന്മാരായിട്ടുണ്ട്. അതുതന്നെ വലിയ കാര്യമാണല്ലോ. ഇപ്പോൾ ഈ ഐസക്കിൻ്റെ സംഭവം ഒരു പക്ഷേ ഒരു ഇടവേളയിൽ നമുക്ക് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചില സിനിമകൾ വന്നതിന് ശേഷം ഇത് ഭയങ്കരമായിട്ട് കുറഞ്ഞു, അല്ലെങ്കിൽ ആളുകൾ ഇതിൻ്റെ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിലേക്കൊക്കെ പോയി, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. സിനിമയ്ക്ക് എത്രത്തോളം ഈ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നെഗറ്റീവ് മെസ്സേജസ് ഉണ്ടാകുന്നത് വളരെ മോശമായി തന്നെ അതിനെ ബാധിച്ചിരുന്നു. നമ്മൾ വളരെ മുന്നോട്ട് പോയിരുന്ന നമ്മൾ ഒരു ഘട്ടത്തിൽ സ്റ്റക്കായി നിന്നിരുന്നു അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് നടന്നിട്ടുള്ളത്? പ്രധാനമായിട്ട് പ്ലഡ്ജസ് ആണ്. പിന്നെ ഈ അവയവം കിട്ടാൻ വേണ്ടിയുള്ള ഒരു രജിസ്ട്രേഷൻ പെട്ടെന്ന് കൂടി എല്ലാ ആശുപത്രികളും ഹാർട്ട് ഫെയിലിയർ രോഗികൾ പോയി രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങി, ലിവർ ഫെയിലിയർ പോയി. കാരണം മറ്റത് ഒരു പ്രതീക്ഷയില്ലായിരുന്നു അവർക്ക് അവയവം കിട്ടാനുള്ള സാധ്യത. ഇപ്പോൾ ഇന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു 10 വർഷമായിരിക്കും ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ് വെച്ച് കിട്ടാൻ സാധ്യത. അതുവരെ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല അവർ. അപ്പോൾ അതുകൊണ്ട് രജിസ്ട്രേഷൻ, അതായത് സ്വീകർത്താക്കൾ പോലും രജിസ്റ്റർ ചെയ്യാൻ മടി കാണിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഒരു സ്വീകർത്താക്കളുടെ രജിസ്ട്രേഷനും ആശുപത്രികളുടെ രജിസ്ട്രേഷനും പെട്ടെന്ന് കൂടുകയായിരുന്നു. ഏറ്റവും പ്രധാന ഡോക്ടർ, ഇതിന് സാങ്കേതികമായ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഈ പറയുന്നത് പോലെ ഒരു സർക്കാർ തലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കതിൽ യാതൊരു റിസ്ക്കും എടുക്കാൻ പറ്റില്ല. അത് കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ അതിൻ്റേതായ ഒരു കാലതാമസമൊക്കെ വരും. അപ്പം എനിക്കൊക്കെ വ്യക്തിപരമായി സുഹൃത്തുക്കളുടെയൊക്കെ അനുഭവത്തിൽ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനെടുക്കുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ ഈ ലിസ്റ്റിൽ എവിടെയാണ് ഉണ്ടാവുക, ഒരാൾ മരിക്കുമ്പോഴൊക്കെയാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. അതൊക്കെ വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ പ്രൊസീജിയർ എത്രത്തോളം, അല്ലെങ്കിൽ ഈ കാത്തിരിപ്പ് എത്രത്തോളം വലുതാണ്, അല്ലെങ്കിൽ നിലവിലെ അവസ്ഥ എന്താണ്? ഈ രജിസ്ട്രിയിൽ നിന്ന് ഒരു അവയവം കിട്ടുന്ന അതുവരെയുള്ളൊരു കാത്തിരിപ്പ്. നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കിലെടുത്താൽ ആവറേജ് ഡൊണേഷൻ എന്ന് പറയുന്നത് 15 to 20 ബ്രെയിൻ ഡെഡ് ഡോണേഴ്സാണ്. അതായത് ഏകദേശം 40 കിഡ്നി, അല്ലെങ്കിൽ 20 ലിവർ, അല്ലെങ്കിൽ 20ഓളം ഹാർട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 2000-ലധികമാണ്. അപ്പോൾ 20 വെച്ച് അല്ലെങ്കിൽ 40 വെച്ച് ഒരു വർഷം കിട്ടിയാൽ ഈ 2000 പേർക്ക് കിട്ടണമെങ്കിൽ എത്രയോ വർഷം കാത്തിരിപ്പാണ്. പക്ഷെ നമ്മൾ ഒരു വശം നോക്കുകയാണെങ്കിൽ റോഡ് അപകട മരണങ്ങൾ ഉണ്ടാകുന്നു. ഒരു 4400ഓളം റോഡ് അപകട മരണങ്ങൾ കേരളത്തിലുണ്ടാകും. ഇതിൽ നമ്മൾ 1000 പേരെങ്കിലും മസ്തിഷ്ക മരണം എന്ന ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയാൽ ഇത് നമ്മൾ ആശുപത്രികൾ അതിനെ നോട്ടിഫൈ ചെയ്യുകയും ഡിക്ലെയർ ചെയ്യുകയും
കേസോട്ടിനെ അറിയിക്കുകയും ചെയ്താൽ നമുക്ക് 2000 കിഡ്നിയാണ്, അല്ലെങ്കിൽ 1000 ലിവറാണ്, അല്ലെങ്കിൽ 1000 ഹാർട്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ആ ഒരു നടപടിക്രമം കേരളത്തിൽ എന്തുകൊണ്ടോ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നായിരുന്നാലും ആശുപത്രിയുടെ ഭാഗത്തു നിന്നൊരു വിമുഖതയുണ്ട്. ICUയിൽ കിടക്കുന്ന മസ്തിഷ്കമരണം സംഭവിച്ച രോഗിയെ മസ്തിഷ്കമരണം നിർണ്ണയിക്കാതെയും ആ ഒരു അവസരം രോഗികളുടെ ബന്ധുക്കൾക്ക്, അതായത് നിങ്ങളുടെ രോഗി മസ്തിഷ്കമരണം സംഭവിച്ചാണ്, ഇനി 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്നിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഡിസ്കണ്ടിന്യൂ അല്ലെങ്കിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഐസക്കിൻ്റെ റിലേറ്റീവ്സായിട്ട് സംസാരിച്ചു. അവർ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഡോക്ടർ ആദ്യം ചെയ്യേണ്ടത് ICUയിലെ ഡോക്ടർമാരുടെ അടുത്ത് പറയുക, ബന്ധുക്കൾ വെളിയിൽ സങ്കടത്തോടെ കാത്തിരിക്കുകയാണ്, അവർക്ക് എന്താ സംഭവിച്ചതെന്ന് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ ഡോക്ടർ പഠിപ്പിച്ചാണ്. വളരെ വാസ്തവമാണ് ഡോക്ടർ. അതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച ഡോക്ടർക്കെതിരെ പിന്നീട് ആരോപണം വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്, ഇതിപ്പം അവയവ മാഫിയയുടെ ആളുകളാണോ ഞങ്ങൾ എന്ന് പറയുമെന്നാണ് ഈ ഡോക്ടർമാർ തന്നെ പലപ്പോഴും പറയുന്നത്. ആ സ്ഥിരീകരിക്കുന്ന ആൾ പോലും ഈ നിയമത്തിൻ്റെ കുരുക്കുകളിലേക്ക് പോകുന്നത് നമുക്ക് അനുഭവം ഉണ്ടല്ലോ. അപ്പം അതും അതിനൊരു കൃത്യമായൊരു പ്രോട്ടോക്കോളൊക്കെ നിലവിലുള്ളത് തന്നെയാണല്ലോ. പിന്നെയും എന്താണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്? അല്ല, അത് കുറച്ച് എനിക്ക് തോന്നുന്നു ലീഗൽ വശങ്ങളൊരു ഇഗ്നറൻസ് ഡോക്ടർമാരുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതുവരെ, അതായത് കഴിഞ്ഞ ഒരു 10 വർഷം 2012 മുതൽ 2025 വരെ ഞാൻ തന്നെയാണ് ഈ പ്രോഗ്രാം ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഒരു ഡോക്ടർമാരെയും കോടതിയിൽ കയറ്റുകയോ അല്ലെങ്കിൽ കോടതി വിചാരണയ്ക്ക് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ കേസുകളും തള്ളിക്കളയുകയാണ് ചെയ്തത്. ഹൈക്കോടതി ഇപ്പോൾ സുപ്രീം കോടതി വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും അതിലൊന്നും ഒരു ഡോക്ടറെ ശിക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ ഡോക്ടറെ ഹരാസ്മെൻറ്റ് പോലും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് പോലും വിധേയരാകേണ്ടി വന്നില്ല. പിന്നെ കൂടാതെ ഇപ്പോൾ കേസോട്ടേക്കൊരു സീനിയർ അഡ്വക്കേറ്റ് തന്നെ ലീഗൽ കൗൺസിലായിട്ടുണ്ട്. അവരുടെ സേവനം എപ്പോൾ വേണമെങ്കിലും ഏത് ഡോക്ടറും സ്വീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ആശങ്ക മറികടക്കണം. കാരണം ഇത് ശാസ്ത്രീയമാണ് മസ്തിഷ്കമരണ നിർണ്ണയം. അതിന് ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള WHO ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുള്ള ഒരു ശാസ്ത്രീയ പ്രക്രിയയിലൂടെയാണ് മസ്തിഷ്കമരണം നിർണ്ണയിക്കുന്നത്. അതിൽ ആശങ്കയെ വേണ്ട ഡോക്ടർമാർക്ക് ആർക്കും. ശരി, IMAയുടെ മുൻ പ്രസിഡന്റും അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും നന്നായി എപ്പോഴും സംസാരിക്കുന്ന ആളുമാണ്